ഹലോ, വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മലയാളം ചോദ്യങ്ങളാണ്. 2025 PSC ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങളുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾക്ക് PSCയിൽ മലയാളം പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണല്ലോ, മുൻകാലങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണല്ലോ വീണ്ടും ആവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് മലയാളത്തിൽ നല്ല സ്കോർ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ചോദ്യങ്ങളാണ് PSC ചോദിച്ചിട്ടുള്ള മലയാളം ചോദ്യങ്ങൾ മാത്രം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അജഗരന്യായം എന്താണ്? അജഗരന്യായം എന്ന ശൈലിയുടെ അർത്ഥം അല്ലെങ്കിൽ പൊരുൾ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഓപ്ഷൻ സി, ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് അർത്ഥം. ഇനി എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ഡി, ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ് ആൻസർ. ഇനി ശരിയായ പദം എടുത്തെഴുതുക. അപ്പോൾ ശരിയായ പദമൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. എന്താണ്? ഓപ്ഷൻ എ, സ്വൈരം ആണ് ശരിയായിട്ടുള്ള പദം തന്നിരിക്കുന്നവയിൽ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം. എന്താണ് ആ പ്ലസ് ഇടം? ഓപ്ഷൻ ബി, അവിടം. അതാണ് ആ പ്ലസ് ഇടം. ഇനി കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാളം അർത്ഥം എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്നുള്ളതാണ് കം ഇൻ ഹാൻഡിയുടെ അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പിരിച്ചെഴുതുക. വിണ്ടലം. വിണ്ടലം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? വിൺ അധികം തലം. അതായത് ഓപ്ഷൻ സി, വിൺ അധികം തലമാണ് വിണ്ടലം എന്ന് പറയുന്നത്. ഇനി അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കന്തരം എന്താണ്? അതേപോലെ കന്താരം എന്താണ്? ഇപ്പൊ കന്തരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്, കന്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരാലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കന്തരം ഗുഹ, കന്താരം പേരാൽ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി വിപരീത പദം എടുത്തെഴുതുക. എന്തിൻ്റെയാണ്? ഉത്കർഷം എന്നതിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ സി, അപകർഷം എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ഇനിയും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. എന്താണ്? ആരാമത്തിന്റെ പര്യായ പദം എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, ഓപ്ഷൻ ഡി ആരാമം, പൂന്തോട്ടം, ഉദ്യാനം എന്നുള്ളതാണ്. അടുത്തത് ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. എന്താണ് ഐറണി എന്ന് വെച്ചാൽ? ഓപ്ഷൻ സി, വിപരീതാർത്ഥ പ്രയോഗം. എന്താണ്? വിപരീതാർത്ഥ പ്രയോഗം എന്നുള്ളതാണ് ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാളം അർത്ഥം. അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ് എന്നുള്ളതാണ്. പ്രേക്ഷകന്റെ അവസാനത്തെ എൻ വെട്ടിക്കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? പ്രേക്ഷക എന്നാണല്ലോ. അതാണ് അതിന്റെ സ്ത്രീലിംഗ രൂപം. ഓപ്ഷൻ സി, പ്രേക്ഷക. ഓക്കെ, അതിൻ്റെ കൂടെ ഇൻ ചേർത്താൽ പ്രേക്ഷകൻ, അതിന്റെ എൻ മാറ്റിക്കഴിഞ്ഞാൽ പ്രേക്ഷക ഓപ്പോസിറ്റായി അല്ലെങ്കിൽ സ്ത്രീലിംഗ രൂപമായി. ഇനി അടുത്ത നിഷ്ഫലയജ്ഞം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. എന്താണ്? ഓപ്ഷൻ ബി, കാകദന്ത ഗവേഷണം എന്നുള്ളതാണ് നിഷ്ഫലയജ്ഞം എന്നർത്ഥം വരുന്ന ശൈലിയുടെ അർത്ഥം. ഓക്കെ, എന്താണ്? ഇപ്പോൾ കാകദന്ത ഗവേഷണം എന്താണെന്ന് വെച്ചാൽ അതിനർത്ഥം നിഷ്ഫലയജ്ഞം എന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിരാമയം എന്ന പദത്തിന്റെ പിരിച്ചെഴുത്ത് രൂപം എഴുതുക. എന്താണ് നിരാമയം? നിർ അധികം ആമയം. ഓപ്ഷൻ ഡി, നിർ അധികം ആമയമാണ് നിരാമയം. ഇനി സമത. എന്താ സമത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈസി ആയിട്ട്. തുല്യത. നമ്മൾ സമം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ സമത, തുല്യത എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 12 വർഷക്കാലം. ഇതൊക്കെ പണ്ടേ PSC ചോദിക്കുന്നതാണ്. എന്താണ് 12 വർഷക്കാലം? ഓപ്ഷൻ എ, വ്യാഴവട്ടക്കാലമാണ് 12 വർഷക്കാലം. ഇനി അടുത്ത ബഹുത്വ സൂചന നൽകുന്ന പദം തന്നിരിക്കുന്നവയിൽ ബഹുവചനം. ഓക്കെ, ബഹുത്വ സൂചന നൽകുന്ന പദം ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്, ചൊന്നവറാണ് ബഹുത്വം. ബാക്കി സ്വാമികൾ, ഉദ്ധവർ, വാസുദേവർ എന്നൊക്കെ പറഞ്ഞ ഏകവചന ശബ്ദങ്ങളാണ്. ഓക്കെ, അടുത്തത് ശുദ്ധരൂപം തിരഞ്ഞെടുത്തെഴുതുക. എന്താണ് ശുദ്ധരൂപം? ഇതിനകത്ത് തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള എഴുതിയേക്കുന്നത് ഓപ്ഷൻ ബി, അഷ്ടമുഷ്ടി. എന്താണ്? അഷ്ടമുഷ്ടി. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ അഷ്ടയുടെ താഴെയുള്ള ടായും മുഷ്ടിയുടെ താഴെയുള്ള ടായും സെയിം ആണ്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, അഷ്ടമുഷ്ടി എന്നുള്ളത്. ഓക്കെ, അടുത്തത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മുണ്ടാം സൗരഭ്യം. ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നുള്ളതാണ്. എന്താണ്? ഓപ്ഷൻ ഡി, പാലോട് ചേർന്ന വെള്ളവും പാലാകും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ പദം കണ്ടെത്തുക. പ്രിമിറ്റീവ് ഓപ്ഷൻ ബി, പ്രാകൃതമായ എന്നുള്ളതാണ് ആൻസർ.
അടുത്ത താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാട് എന്ന പദത്തിന്റെ പര്യായ പദക്കൂട്ടം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ കാടിന്റെ പര്യായങ്ങളായിട്ട് വരുന്നത് ഓപ്ഷൻ സി കാനനം, ഗഹനം, വിപിനം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോമൻ, വിദു, ഇന്ദു ഇവ ഏതിന്റെ പര്യായ പദങ്ങളാണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഓപ്ഷൻ എ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് സോമൻ, വിദു, ഇന്ദു എന്നിവ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഇതെല്ലാം വീണ്ടും വീണ്ടും PSC ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അടുത്തത് തെറ്റായ പദം ഏതാണ് എന്നുള്ളതാണ്. തെറ്റായ പദം ഏതാണ്? ഓപ്ഷൻ ഡി വൃശ്ചികം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പദം. അപ്പോൾ ശരിയായ പദങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഐച്ഛികം, അനാച്ഛാദനം, യാദൃശ്ചികം ഒക്കെ ആ ഒരു എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പം അതൊക്കെ പാടുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി തന്നെ പരിശീലിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നിങ്ങൾ എഴുതി തന്നെ പരിശീലിക്കുക. ഇനി അടുത്തത് നാഗം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ് നാഗം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്? നരകം. ഓപ്ഷൻ സി നാഗം, നരകം. അടുത്തത് ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏതാണ്? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കൃതകൃത്യ. ഓപ്ഷൻ ബി കൃതകൃത്യ എന്നുള്ളതാണ് ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം. ഇനി ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. ഇനി അടുത്തത് നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നിദ്വാനം എന്ന് വെച്ചാൽ ശബ്ദം എന്നുള്ളതാണ് നിദ്വാനം എന്ന പദത്തിന്റെ അർത്ഥം വരുന്നത്. അടുത്തത് എരുതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ എന്താണ്? ഓപ്ഷൻ എ ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്നുള്ളതാണ് എരുതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണ്? അതായത് ഏകവചനം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? നമുക്കറിയാം പെങ്ങൾ. പെങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഏകവചന രൂപമാണ്. മക്കൾ, ആണുങ്ങൾ, അമ്മമാരൊക്കെ ബഹുവചന രൂപങ്ങളാണ്. അടുത്ത ജഗൻ മനസ്സ് പിരിച്ചെഴുതിയാൽ ജഗത് അധികം മനസ്സ്. ഓപ്ഷൻ ബി ജഗത് അധികം മനസ്സ് എന്നുള്ളതാണ് ജഗൻ മനസ്സ് പിരിച്ചെഴുതിയാൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ആശിച്ചു കാലം കഴിക്കുന്നവൻ എന്നുള്ളതാണ് ആലത്തൂർ കാക്ക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗവും എന്താണ് PSC മുൻകാലങ്ങളിൽ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം എന്നതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് മാത്സും മലയാളം ഇംഗ്ലീഷും. അതൊന്ന് ആ ഒരു റിപ്പീറ്റേഷൻ ആണ് വീണ്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്